ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. ഇന്നും ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ പണക്കാരനാവാം? വലിയ പണക്കാരനല്ലെങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഒരേപോലെ കുറേ കാലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അത് ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ പണക്കാരനാവുക അത് നടക്കുന്ന കാര്യമല്ല. ഇനി ചിലപ്പോൾ ലോട്ടറി അടിച്ചാൽ അത് നടക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എങ്ങനെ നമുക്ക് പണക്കാരനാവാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ഇങ്ങനെ നിങ്ങൾ നിസ്സാരാക്കി തള്ളിക്കളയുന്ന കാര്യങ്ങളാണ് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സേവിങ് എന്നൊരു അങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു കുറച്ച് ശതമാനം, ഒരു 10% 11% ആയിക്കോട്ടെ, കുറച്ച് നിങ്ങൾ സേവ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഭൂരിപക്ഷം ആളുകൾ എന്താ ചെയ്യുക, സാലറി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ചിലവിന് വേണ്ടിയിട്ട് എടുക്കും. അതേപോലെ KSEB അല്ലെങ്കിൽ ടെലിഫോൺ ബില്ല് ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ എടുക്കും. ഇനി നമ്മൾ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ളതേ നമ്മൾ സേവ് ചെയ്യുള്ളൂ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കും ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ, നമുക്ക് ആ ഒരു മന്ത് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊന്നും എടുക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് സേവിങ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കിട്ടുന്ന സാലറിയുടെ ഫസ്റ്റ് നമ്മൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു എത്രയെങ്കിലും ശതമാനം നിങ്ങൾ ആദ്യമേ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതെന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കായാലും എങ്ങനെയാച്ചാൽ നിങ്ങൾക്കത് എടുക്കാൻ പറ്റും. സെക്കൻഡ് തിങ് ആണ് എമർജൻസി ഫണ്ട്. അതായത് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം ഒരേപോലെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നില്ല. അപ്പോൾ ചില ടൈമിൽ ഇതേപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരികയെ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയെ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അന്നേരം നമുക്ക് ഉപകരിക്കാൻ, അതായത് അന്നേരം നമുക്ക് പെട്ടെന്ന് ഒരാളുടെ അടുത്ത് പോയിട്ട് കടം ചോദിക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റി വെക്കുന്ന കുറച്ച് ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അത് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അതിന് വേറെ ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ എടുക്കരുത്, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചത് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉപകരിക്കും. മൂന്നാമതുള്ള ഒരു കാര്യമാണ് നമുക്ക് വരുമാന മാർഗം കൂട്ടുക എന്നുള്ളത്. അതായത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. നമ്മളിപ്പം പണം ചിലവാക്കുന്നത് അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവന്നെന്ന് വിചാരിച്ചിട്ട് പണക്കാരനാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങളൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങളൊന്ന് ചിന്തിക്കുക. അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അതല്ല, ഈ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ഉണ്ടല്ലോ, ഇപ്പം മ്യൂച്വൽ ഫണ്ട്, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നിക്ഷേപങ്ങളിൽ നിങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുക. അപ്പോൾ ഇങ്ങനെ വെറും സാലറി മാത്രം ഒരു വരുമാന മാർഗമായിട്ട് എടുക്കാതെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് അത് ചെയ്യുക. നാലാമതുള്ള ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നോക്കി വാങ്ങിക്കുക, ക്വാളിറ്റി പ്രൊഡക്ട്സ് വാങ്ങിക്കുക. അതായത് ഇപ്പം നമ്മൾ ലോങ് ടേമിലേക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. ഇപ്പം നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മൾ റേറ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 100-200 ഒക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം അത് അധിക കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ 1 മാസമോ 2 മാസമോ അത്രയൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ഒരു 1000 രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനം അതാകുമ്പോൾ നമുക്ക് 1-2 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളിങ്ങനെ കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് നിൽക്കും. അപ്പം നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പം നിങ്ങൾ ആദ്യം സ്പെൻഡ് ചെയ്ത ആ ഒരു അതിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ ചിലപ്പോൾ ചിലവായിന്ന് വരും. അടുത്തൊരു കാര്യമാണ് നമ്മൾ പണം കടം കൊടുക്കുക എന്നുള്ളത്. അതായത് കഴിയുന്നതും ഈ റിലേറ്റീവ്സിനും നമ്മുടെ ബന്ധുക്കൾക്കൊന്നും പണം കടം കൊടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പല ബന്ധങ്ങളും തകരാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ചെറിയ എമൗണ്ടൊക്കെ കൊടുക്കുക. ഇനിയിപ്പം ചില വലിയ എമൗണ്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രോമിസറി നോട്ട് പോലുള്ള അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്തെങ്കിലും കരുതുക. നിങ്ങൾക്കിനി അവർ തിരിച്ചു തരുന്ന അത്രയും വിശ്വാസമാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ചില ആളുകൾക്ക് തിരിച്ചു തരുന്ന അത്രയും കൂടി ഷുവർ അല്ലെങ്കിൽ അതും കൊടുക്കുന്നത് വലിയ എമൗണ്ടും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കരുതാവുന്നതാണ്. പിന്നീടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സംഭവം കൊണ്ടുവന്നത് തന്നെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ഉപകരിക്കും ഈ ക്രെഡിറ്റ് കാർഡ്സ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് പല ആളുകൾക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുമുണ്ട്. കാരണം നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ വരിക, നമ്മളിങ്ങനെ എന്തിനും അത് എടുക്കുക, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മളുടെ ഒരു കൺട്രോളിൽ അല്ലാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എന്നാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെ ഡ്യൂ ഒന്നും വരാതെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വളരെ ഗുണമാണ്. പക്ഷേ നമ്മൾ ഒരുപാട് പണക്കാരനാവണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ച് ഇങ്ങനെ ഓടാതെ
നമ്മളുടെ ലൈഫ് കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് ഹാപ്പി ആയിട്ട്, ഇങ്ങനെ പണം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇല്ലാത്ത ഒരു രീതിയിൽ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പണക്കാരനാവുക. അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.